മന്ത്രിയോട് ഇന്ന് 2 വാക്ക് പറഞ്ഞിട്ട് തന്നെ ബാക്കി കാര്യം. ഈ ഇൻസ്പെക്ടർ കൊച്ചാപ്പി ആരാണെന്നോ അയാൾ ഇന്ന് അറിയും. അയ്യോ, എന്റെ യൂണിഫോം എടുത്തിട്ട് ആരാ നിന്നോട് പറഞ്ഞത്? ഈ ഒരു തവണത്തേക്ക് സാർ എന്നോട് ക്ഷമിക്കും. എന്റെ കൂടെ നിൽക്കാൻ തുടങ്ങിയതിന് ശേഷം ഡെയിലി ഒരു 5 പ്രാവശ്യമെങ്കിലും ക്ഷമിക്കണം സാർ എന്നെ പറഞ്ഞുവിടരുത് എന്ന് നീ പറയാറില്ലേ? ക്ഷമിക്കണം സാർ, ഇനി മേലാൽ ഞാൻ അങ്ങനെയൊന്നും പറയില്ല. എന്നെ പിരിച്ചുവിടരുത്. നിന്റെ അടുത്ത് ഇപ്പൊ ഞാൻ ഒരു പോലീസുകാരനാകണമെന്നുള്ളത് കുഞ്ഞുനാളിലെ ഉള്ള ആഗ്രഹമായിരുന്നു സാർ. അത് നടന്നില്ല. ഒരു പോലീസ് ഓഫീസറുടെ ജോലിക്കാരനെങ്കിലും ആകാൻ കഴിഞ്ഞത് തച്ചോട്ട് കാവ് ഭഗവതിയുടെ അനുഗ്രഹം കൊണ്ടാ. അതും സാറിനെ പോലെ തങ്ക സ്വഭാവമുള്ള ഒരു... കൂടുതൽ വാചകമൊന്നും അടിക്കണ്ട. ഈ യൂണിഫോം അഴിച്ചു വെച്ചിട്ട് എനിക്കൊരു ഗ്ലാസ് കാപ്പി എടുത്തോണ്ടോ. കട്ടൻ കാപ്പി വേണോ പാൽ കാപ്പി വേണോ സാർ? പാൽ കാപ്പി മതി. ബ്രൂ കാപ്പി വേണോ പൊടി കാപ്പി വേണോ? ബ്രൂ കാപ്പി ആയിക്കോട്ടെ. പാല് വേണോ പാൽപ്പൊടി വേണോ? ഏതാ ഉള്ളത്? ഇത് രണ്ടുമില്ല. കട്ടൻ ചായ തരാം സാർ. ഒരു പൊരിഞ്ഞ സംഘടനത്തിലൂടെയാണ് ഭീകരനെ ഞങ്ങൾ കീഴടക്കിയത്. അതെ, ലോകത്തിലെ മിക്ക അഭ്യാസമുറകളും പഠിച്ചവനാണ് ഭീകരനെന്ന് ഒരു സംശയവുമില്ല. ഒടുവിൽ ഞങ്ങളുടെ വടക്കൻ മുറയിലുള്ള കളരി അഭ്യാസത്തിലൂടെ അവനെ കീഴടക്കുകയായിരുന്നു. റിവാർഡ് തുകയായ 50 ലക്ഷം രൂപ കിട്ടിയാൽ നിങ്ങൾ അത് എന്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു? ഏതെങ്കിലും അനാഥ മന്ദിരത്തിന് സംഭാവന ചെയ്യും. ഉവ്വ്, അച്ചായന്റെ വീതമായ 25 ലക്ഷം രൂപ അനാഥ മന്ദിരത്തിന് സംഭാവന ചെയ്യും. എന്റെ വീതം എന്റെ തന്നെ കാണും. ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇല്ല. മേലുദ്യോഗസ്ഥന്മാരുടെ ചവിട്ടിത്താഴ്ത്തലുകളിലും പീഡനങ്ങളിലും മനംനൊന്ത് കഴിയുന്ന സാധാരണക്കാരായ പോലീസുകാർക്ക് വേണ്ടി ഒരു തുക ചെലവാക്കും. ദൂരദർശൻ പ്രേക്ഷകർക്ക് എന്തെങ്കിലും സന്ദേശം? സ്നേഹമാണ് വലുത്, SI പോസ്റ്റ് അല്ല. വിവാഹം ഇതിന്റെ പേരിൽ ഒരു വിവാഹം കൂടി കഴിക്കാൻ എന്തായാലും എനിക്ക് ഉദ്ദേശമില്ല. കാരണം ഞാൻ ആൾറെഡി വിവാഹിതനാ. പേരന്നാമ്മ, അവളാണെങ്കിൽ ഗൾഫിലാ. എന്നെ സംബന്ധിച്ചാണെങ്കിൽ മനസ്സുകൾ തമ്മിലുള്ള വിവാഹം എന്നേ നടന്നു കഴിഞ്ഞു. കേരളത്തിലുള്ള മുഴുവൻ കോൺസ്റ്റബിൾമാരെയും സാക്ഷി നിർത്തി ആർഭാടമായ ഒരു താലികെട്ട് അതുടൻ പ്രതീക്ഷിക്കാം. അതിനു മുമ്പ് ചിലരെയൊക്കെ ഒന്ന് എനിക്ക് ഒതുക്കണം. ഹലോ. ആ അഞ്ജു, എന്തായി രാത്രിയിലെ? ആർഭാടങ്ങളൊന്നും വേണ്ട, സിമ്പിൾ ആയിട്ട് മതി. ഒക്കെ ഞാനൊന്ന് പറഞ്ഞതല്ലേ. അത് പെട്ടെന്ന് കുറച്ച് കാശ് കയ്യിൽ വരുമെന്ന് അറിഞ്ഞപ്പോ ഞാനൊന്ന് അഹങ്കാരിയായി പോയതാണ്. ഒന്നും വേണ്ട, കല്യാണം തിരുവങ്ങാട്ടെ ശ്രീരാമക്ഷേത്രത്തിൽ വെച്ച് മതി. ശ്രീരാമക്ഷേത്രത്തിൽ വെച്ചാവുമ്പോ സീതയെ പോലെ നീ വിരഹിണിയാവോ? സാരില്ല, ഏകപത്നി വ്രതക്കാരനായിരുന്നല്ലോ ശ്രീരാമൻ. ദുഃഖം ഞാൻ സഹിച്ചോളാം. ആരാത്? ഞാൻ തന്നെയാടാ. വാടാ വാടാ ഭാഗ്യനാഥ. രണഭൂമിയിൽ ചെന്നേൻ, അമ്പെടുത്തേൻ, വില്ലെടുത്തേൻ, തൊടുത്തേൻ. കൺമതിൽ എങ്ങുമേ ശത്രുവിൻ നിഴൽ പോലും. തൃക്കൺ തുറന്നു പാർത്തപ്പോൾ അറിയുന്നു, ഓർ തുടങ്ങും മുമ്പേ ശിരസറ്റ് വീണിതല്ലോ പ്രതിനായകൻ വങ്കൻ ഭാഗ്യനാഥൻ. ഭാസ്കര, തനിക്ക് എന്തു പറ്റി? യുദ്ധം തുടങ്ങും മുമ്പേ ജയിച്ചു കഴിഞ്ഞവനാടാ ഞാൻ. ഏത് യുദ്ധം? രണഭൂമിയിൽ ചെന്നേൻ, അമ്പെടുത്തേൻ, വില്ലെടുത്തേൻ, തൊടുത്തേൻ. ഭാസ്കര, ജോലി പോയെന്ന് കരുതി താൻ വിഷമിക്കണ്ട. ഐജിയോട് പറഞ്ഞ് നാളെ തന്നെ ജോലി തിരിച്ചെടുക്കാനുള്ള ഏർപ്പാട് ഞാൻ ചെയ്യാം. അകൃതി കണ്ടാലതിരംഭേയം, ആരാലിവൾ തന്നധരം പേയം, എന്നാൽ അഞ്ജുവിനധരം പേയം. മനസ്സിലായോടാ കഴുതേ? കാണാം നമുക്ക് കാണാം കാണാം. पीछे मुड़, आगे चल. കാണാം നമുക്ക് കാണാം കാണാം നമുക്ക് കാണാം. ഈശ്വര, ഇവനത് എന്ത് പറ്റി? ഇതെന്താ ഡിസൈൻ ലെറ്ററോ? രാജിക്കത്താണോന്ന്? തലയില്ലാത്ത തന്നോട് ഇത് എന്താണെന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല. കടിക്കുന്ന പട്ടിക്ക് എന്തിനാ ആശാനെ തല? അയ്യോ, കടിക്കണ്ട. ഈ പട്ടി ഒന്ന് കുരച്ചു കണ്ടാ മതിയായിരുന്നു. എടാ പുല്ല, നീ കള്ളന്മാർക്ക് അവമാനമാണടാ. ഇനി ഞാൻ തന്നെ നേരിട്ട് രംഗത്തിറങ്ങിയാലേ പറ്റൂ. നീ ഇത് കണ്ടോ? എന്റെ കൂർമ്മ ബുദ്ധിയിൽ വിളഞ്ഞ വിത്താണിത്. എന്നാ പാഴാക്കി കളയാതെ എവിടെയെങ്കിലും കൊണ്ട് വിതച്ചൂടെ? അതേടാ, പറ്റിയ സ്ഥലത്ത് തന്നെ വിതയ്ക്കുകയും ചെയ്യും. താമസിയാതെ ഇതിന്റെ ഫലം നമ്മൾ കൊയ്യും. കൊയ്യാന്നോ? ഞം ഞം ഞം. ഞണ്ണാന്ന്. വായടക്കെ പണിയെടുക്ക്.
സുഖേട്ടാ സുഖേട്ടാ ഒന്ന് എഴുന്നേറ്റേ ദേ, ഇത് നോക്കി എന്താ ഇത് കണ്ടോ? പ്രിയ സുഹൃത്തെ, ഇന്നലെ രാത്രി അനുവാദമില്ലാതെ നിങ്ങളുടെ സ്കൂട്ടർ എനിക്ക് ഉപയോഗിക്കേണ്ടി വന്നു. അതിന് പ്രത്യുപകാരം എന്നോണം ലക്ഷ്മി തിയേറ്ററിൽ ഹൗസ്ഫുള്ളായി ഓടുന്ന പുതിയ ചിത്രത്തിന്റെ 2 റിസർവേഷൻ ടിക്കറ്റ് ഇതോടൊപ്പം വയ്ക്കുന്നു എന്ന് ക്ഷമാപണത്തോടെ നിങ്ങളുടെ ഒരു കുടുംബ സുഹൃത്ത്. ദേ, 2 തവണ ടിക്കറ്റ് കിട്ടാതെ മടങ്ങിയതല്ലേ, എനിക്ക് സന്തോഷായി. നമ്മൾ അടുത്തറിയുന്ന ആരോ ഒപ്പിച്ച സൂത്രായത്. ഇനിയിപ്പോ നിന്റെ അനുജനോ മറ്റാവോ? ആരായാലും എന്താ, ടിക്കറ്റ് കയ്യിൽ കിട്ടിയതല്ലേ, ഇന്നത്തെ ഫസ്റ്റ് ഷോ കണ്ടേ പറ്റൂ. എന്തായാലും നിന്റെ പരാതി തീർന്നല്ലോ. ഓഫീസിൽ നിന്ന് കൃത്യം 5:45 ഞാൻ എത്തും. റെഡിയായി നിന്നേച്ചാ മതി. നിന്നോടുള്ള പക മാത്രമാണ് ആ ഭാഗ്യനാഥ എന്നോട് കാണിക്കുന്നത്. അച്ഛനൊരു കാര്യം ചെയ്യും. എന്താ? കഷ്ടപ്പെടുത്തുന്ന വല്ല ഡ്യൂട്ടിയും പറഞ്ഞ അവന്റെ കരണക്കുറ്റി നോക്കുന്ന പൊട്ടിക്ക്. അത് ശരി. അപ്പൊ എന്റെ വീട്ടിൽ താമസിച്ചിട്ട് എന്റെ ജോലി കളയിക്കാനുള്ള ഉപദേശമല്ലേ? എങ്ങനെയും അവനെ നിലക്ക് നിർത്തിയേ പറ്റൂ. അച്ഛായ, കുറെ കഞ്ചാവ് കിട്ടിയിരുന്നെങ്കിൽ ഒരു പണി ഒപ്പിക്കാമായിരുന്നു. എന്ത് പണി? കഞ്ചാവ് ഒരു ചാക്കിലാക്കി അവന്റെ വീട്ടിൽ എവിടെയെങ്കിലും ഒളിപ്പിക്കുക, എന്നിട്ട് പോലീസിൽ വിവരം അറിയിക്കുക. മയക്കുമരുന്ന് കൈവശം വെച്ചതിന് ഭാഗ്യനാഥൻ ഒരു 5 വർഷമെങ്കിലും ജയിലിൽ കിടക്കേണ്ടി വരും. അത് ആവശ്യമാണല്ലോ. Dead or alive, 50 lakhs reward. നമ്മുടെ ഒന്നും തലക്ക് ഒരു വിലയില്ല അച്ചായ. കാട്ടു കള്ളന്മാരുടെ തലക്ക് കണ്ടില്ലേ 10 ലക്ഷം 50 ലക്ഷം. ശരിയാ. AC തിയേറ്ററിൽ ബാൽക്കണി ടിക്കറ്റ് എടുത്തു കൊടുത്ത് മോഷണം നടത്തുക. അവൻ പഠിച്ച കള്ളനായിരിക്കും. വന്നു. എന്താടോ ഒപ്പ്. ഞാനൊരു കേസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന കണ്ടില്ലേ? ഇത് കഴിഞ്ഞിട്ട് പോരായിരുന്നോ? വേണ്ട. ദാ. എത്ര പവനാ മോഷണം പോയത്? ഏതാണ്ട് 20 പവനോളം വരും. ക്യാഷ് ആയിട്ട് 10,000 രൂപയും. അഞ്ഞി ദമ്പതികളെ 1.5 പവനും 400 ഉലുവയല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഭവനഭേദനത്തിൽ വിദഗ്ധനാണ് അവൻ. ഒരു പക്ഷേ എന്റെ കളർ TV അടിച്ചെടുത്തതും അവനായിരിക്കും. നിങ്ങൾ പേടിക്കണ്ട, ഒരാഴ്ചക്കകം ഞാൻ അവനെ കസ്റ്റഡിയിൽ എടുത്തിരിക്കും. അല്ല കമ്മാരാ, ഈ സംഘത്തെ കുറിച്ച് തനിക്ക് എന്തെങ്കിലും വിവരമുണ്ടോ? അയ്യോ, മോഷണ കല വിട്ടേ പിന്നെ ഇപ്പൊ ആരുമായിട്ടും ഒരു കോണ്ടാക്റ്റും ഇല്ലേ. ഇപ്പൊ പൂജ, ക്ഷേത്ര ദർശനം, ഭജന, ഭക്തി മാർഗമാണേ. അതേതായാലും നന്നായി. പക്ഷെ നിന്റെ ഈ ഭക്തി ലൈനിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടായാലുണ്ടല്ലോ, ഇടിച്ചിന്റെ പരിപ്പിളക്കും. പരിപ്പിളക്കരുത്. അല്ലേ? പരിപ്പിനൊക്കെ ഭയങ്കര വിലയാ. നിങ്ങൾ പൊക്കോളൂ കേട്ടോ. ശരി സാർ. ഇതെന്താ ഇവിടെ? ഞങ്ങൾക്ക് ലഞ്ച് ഇന്ന് ഇവിടെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതെ, ഒരു ഉച്ചയൂണെങ്കിലും കഴിച്ചേ പറ്റുള്ളൂ. ഡോക്ടർക്ക് ഭയങ്കര നിർബന്ധം. ഭാസ്കര, ഇരക്കുന്നവന്റെ വീട്ടിൽ കയറി തുറക്കാൻ മെനക്കെടണ്ട. Now you are our bodyguard. ഞങ്ങളുടെ ശരീരം സംരക്ഷിച്ചാൽ മതി, ഉപദേശം വേണ്ട. അതെ, നിങ്ങളായിരിക്കും. ഹലോ, കമോൺ കമോൺ. എന്താ അവിടെ തന്നെ നിന്ന് കളഞ്ഞത്? വന്നാലും ഞങ്ങൾ ലേറ്റ് ആയില്ലല്ലോ. ഇല്ല. വാ നടക്കടി. ഹലോ ഇൻസ്പെക്ടർ, കമാൺ. വിളിക്കേ പാവം. എന്തുപറ്റി? ഒന്ന് സ്മാർട്ട് ആവോ? മുഖഭാവം കാണുമ്പോ 5-10 ഗോള് വിട്ട ഒരു ഗോളിയെ പോലുണ്ടല്ലോ. സ്വപ്ന സൗധങ്ങൾ തകർന്നു വീഴുമ്പോ സ്വബോധം നഷ്ടപ്പെടുന്നു അല്ലേ? ഡ്യൂട്ടി ഫസ്റ്റ്, കം വിത്ത് മീ. ഇതൊക്കെ ഒരു ഭാഗ്യം തന്നെയാണേ. അതെ, വിശക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് തുടങ്ങാം. വിശക്കുന്നില്ല എങ്കിലും തുടങ്ങാം. എല്ലാ ഒരുക്കങ്ങളും അഞ്ചുമോളുടെ വകയാ. അടുക്കള കയറാത്ത കുട്ടിയാ, പക്ഷേ ലഞ്ചിനുണ്ടെന്ന് അറിഞ്ഞപ്പോ അവൾ അങ്ങ് അടുക്കള ഭരണം ഏറ്റെടുത്തു. ആ വരൂ. വരൂ 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 വരൂ. വരാ വരാ. നീ എന്തിനോട് വന്നു? നീ ആരാണ്? തോക്കല്ലെന്ന് മനസ്സിലായല്ലേ? നീ എന്തിനോട് വന്നു? ഒച്ച വെക്കരുത്, 5 കുഞ്ഞ് പറഞ്ഞിട്ട് വന്നതാ.
ഞാൻ അഞ്ചു കുഞ്ഞ് ഇവിടുത്തെ ഇൻസ്പെക്ടർ ഏമാന്റെ എർത്ത് ഓ, മറ്റേ ലൈൻ. എന്താ ഈ പാതിരാത്രി പറഞ്ഞുതരാം. ഭാഗ്യനാഥൻ സാർ അഞ്ചുകുഞ്ഞ് ഇന്ന് പകലൊരു പന്തയം വെച്ചു. ആരെങ്കിലും വിട്ട് സാറിന്റെ ശമ്പളം മോട്ടിക്കുന്ന അഞ്ചുകുഞ്ഞ് ആ. പറ്റില്ലെന്ന് സാറും. എന്തിന് പറയാം, അങ്ങനെ മോട്ടിക്കാൻ കഴിഞ്ഞാൽ നാളെ തന്നെ കുഞ്ഞിന്റെ കഴുത്തിൽ താലി കെട്ടുന്ന സാറും. എങ്ങനെയുണ്ട് പന്തയം? കൊള്ളാം, നല്ല ബെസ്റ്റ് പന്ത. എന്നിട്ട് സാറിന്റെ കാശ് മോഷ്ടിക്കാൻ താൻ എന്നെ ഒന്ന് സഹായിക്കണം. അത്രേ ഉള്ളൂ. എന്ത് വേണമെങ്കിലും ചെയ്തു തരാം. അങ്ങനെയെങ്കിലും പുര നിറഞ്ഞു നിൽക്കുന്ന സാറിന്റെ കല്യാണം ഒന്ന് കഴിയട്ടെ. എന്റെ പകുതി പണി കുറഞ്ഞു കിട്ടും. ബാ, ബാ, ബാ. പതുക്കെ പതുക്കെ അളമാരി ശരിക്ക് തുറക്ക്. ഇവിടെ അതല്ല, ഞാൻ എടുത്തു തരാം. ഇതല്ല അതൊന്നും കാണട്ടെ. അതവിടെ വെക്ക്. അതവിടെ വെക്ക്. അതല്ല ഇതിലല്ലേ ഇതിലോ? അയ്യോ ലൈറ്റ് ഇട്ടില്ല. അയ്യോ, ഒന്ന് ഓടിക്കോ. അയ്യോ സാറിന് വേണ്ടിയാ. അയ്യോ, അവനെ അടിക്കുന്നവൻ ചത്തു. ഡയൽ പറഞ്ഞു വിട്ടതാ. എന്നാ പിന്നെ അവർക്ക് അവനെ പിടിച്ച് കെട്ടിയിടാം. അയാളെ പറഞ്ഞു വെച്ചേക്ക്. രണ്ടുപേരും അകത്തേക്ക് വാ. രണ്ടുപേരെയും സസ്പെൻഡ് ചെയ്യാതിരിക്കാൻ കാരണം വല്ലതും ഉണ്ടെങ്കിൽ പറയാം. ഡ്യൂട്ടിക്കിടയിൽ മേലുദ്യോഗസ്ഥന്റെ അനുവാദമില്ലാതെ കടന്നു കളയുക, അത് പണിഷ്മെന്റ് അർഹിക്കുന്ന കുറ്റമാണെന്ന് അറിയാമല്ലോ. അത് ഈ ഭാസ്കരൻ പോരാൻ പറഞ്ഞു, ഞാൻ പോന്നു. അതുകൊണ്ട് ഞാൻ കുറ്റക്കാരനൊന്നും അല്ല. ഭാസ്കരനാണോ നമ്മുടെ മേലുദ്യോഗസ്ഥൻ? അതെ, അല്ല. ഡ്യൂട്ടിക്കിടയിൽ എന്ന് പറഞ്ഞല്ലോ, അവിടെ എന്തായിരുന്നു ഡ്യൂട്ടി എന്ന് മനസ്സിലായില്ല. കള്ളനെ പിടിക്കൽ ഡ്യൂട്ടിയിൽ പെടില്ലേ? ഏത് കള്ളൻ? നീ തന്നെ കള്ളൻ. വെറും സാധാ പോലീസായ നീ SI ആണെന്ന് ചിലരോടൊക്കെ പറഞ്ഞില്ലേ? അവർക്ക് സത്യം ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടത് എന്റെ കടമയാണ്. അത് മനസ്സിലായപ്പോഴാ ഞങ്ങൾ കടന്നു കളഞ്ഞത്. SI സാറേ, ഇതുപോലുള്ള പീറ പണികൾക്ക് തലങ്ങും വിലങ്ങും ഓടിക്കാനുള്ളതല്ല ഡിപ്പാർട്ട്മെന്റ് ജീപ്പ്. ഞങ്ങളെ സസ്പെൻഡ് ചെയ്യും. നേരെ തെളിവ് സഹിതം ഞങ്ങൾ കോടതി കയറും. അധികാര ദുർവിനിയോഗത്തിന് കനത്ത ശിക്ഷ വാങ്ങിച്ചു തന്നില്ലെങ്കിൽ ഭാസ്കരൻ എന്നുള്ള പേര് മാറ്റി എന്നെ ഭാഗ്യനാഥ എന്ന് വിളിച്ചോ. നീ എന്നെ വിരട്ടാണോ? അതെ, വിരളുമെന്ന് ബോധ്യമുള്ളവരെ വിരട്ടുന്നത് എന്റെ ഒരു ഹോബിയാണ്. SI സാറേ, അഞ്ചു താങ്കളുടെ അമ്മാവന്റെ മകളായിരിക്കാം, പക്ഷെ അവൾക്കിപ്പോ വോട്ടവകാശത്തിനുള്ള പ്രായമായി. നമ്മളിൽ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് അവള് തീരുമാനിക്കട്ടെ. ആ വോട്ട് അവൾ എനിക്ക് എന്നേ തന്നു കഴിഞ്ഞു. പക്ഷെ ബാലറ്റ് പെട്ടി തട്ടിയെടുത്ത് നീ കള്ള വോട്ടിന് ശ്രമിക്കുകയാണ്. അന്ന് കോളേജ് ഇലക്ഷൻ എന്നെ തോൽപ്പിച്ചതുപോലെ. ഇനി ഞാൻ അതിനെ സമ്മതിക്കില്ല. നമുക്ക് നോക്കാം. തൽക്കാലം ഇന്ന് ഞങ്ങൾക്ക് വല്ല ഡ്യൂട്ടി ഉണ്ടെങ്കിൽ പറ. ഡ്യൂട്ടി ഉണ്ട്. അട്ടിപ്പറ്റ വരെ പോണം. എന്തേ? അല്ല, വാഹനങ്ങളൊന്നും പോകാത്ത സ്ഥലമാണല്ലോ സാറേ അച്ചിപ്പട്ട. അതുകൊണ്ടെന്താ, 20 കിലോമീറ്റർ നടന്നാ പോരെ. പോലീസുകാരെ സ്ഥിരമായി ഉപദ്രവിക്കുന്ന ജെയിംസ് എന്ന ഗുണ്ടയുടെ പേരിൽ ഒരു തല്ല് കേസുണ്ട്. കയ്യോടെ പോയി അവനെ കൂട്ടിക്കൊണ്ടുവരണം. അതിന് ഒരാൾ മാത്രം പോയാൽ പോരെ സാർ? ശരിയാ, നീ മാത്രം പോയാ മതി. Proceed. Proceed, I say. ജീവൻ പോലും തൃണവൽ ഗണിച്ചാണ് ഈ അന്താരാഷ്ട്ര ഭീകരനെ ഞങ്ങൾ കൊലപ്പെടുത്തിയത്. ഈ ഇൻസ്പെക്ടർ ആര്? ഞങ്ങളുടെ സെക്യൂരിറ്റി വെറും 7-ാം കൂലി. 50 ലക്ഷം രൂപ ഞങ്ങൾക്ക് തരണോ വേണ്ടോ എന്ന് തീരുമാനിക്കാൻ ഇവൻ ആര്? ഈനാശു എന്ന കള്ളനെ പിടിച്ച് അവന്റെ കയ്യിലുള്ള 25 ലക്ഷം രൂപ നിങ്ങൾ കൈവശപ്പെടുത്തിയെന്നാണ് ആരോപണം. എന്നിട്ട് ആ 25 ലക്ഷം രൂപ ഞങ്ങൾ എന്ത് ചെയ്തു? എന്ത് ചെയ്തു എന്ന് ഞങ്ങൾക്ക് എങ്ങനെ അറിയാം? ഞങ്ങൾ കൈവശപ്പെടുത്തി എന്നുറപ്പുള്ളവൻ ഞങ്ങൾ ആ തുക എന്ത് ചെയ്തു എന്ന് കൂടി പറയട്ടെ. ഞാൻ പറയാം, 25 ലക്ഷം രൂപ ഞങ്ങൾ പുഴുങ്ങി തിന്നു. എന്തായാലും 7-ാം തീയതിക്ക് മീനാശുവിനെ ഹാജരാക്കിയില്ലെങ്കിൽ നിങ്ങളുടെ 50 ലക്ഷം രൂപ സർക്കാരിനെ കൊണ്ട് SI ഭാഗ്യനാഥ് ഫ്രീസ് ചെയ്യിക്കും. അതിനുള്ള പണി അയാൾ ഒപ്പിച്ചു കഴിഞ്ഞു. ആണോ? എങ്കിൽ ആ തെണ്ടിയോട് പറഞ്ഞേക്ക് 7-ാം തീയതി എന്ന് പറയുന്ന ഒരു തീയതി ഉണ്ടെങ്കിൽ ഈ നാശുവിനെ ഞങ്ങൾ ഹാജരാക്കിയിരിക്കും. ടെൻഡി എന്ന് തന്നെ പത്രത്തിൽ കൊടുക്കാലോ? കൊടുക്കാം കൊടുക്കാം. ഓക്കെ, താങ്ക് യു. ഏഴാം തീയതി ഈ നാശുവിനെ എവിടെ നിന്ന് കിട്ടും? എനിക്കറിയാൻ പാടില്ല. അപ്പൊ പിന്നെ പറഞ്ഞതോ? പറയാതിരുന്നിട്ടെന്ത് കാര്യം? ഭഗവാനെ, ഈ ദ്രോഹി കാരണം കൈ കിട്ടി 50 ലക്ഷം രൂപ. എന്താണ് ആശാനെ പാത്തും പതിക്ക് നടക്കാൻ തുടങ്ങിയിട്ട് കുറെ നേരമായല്ല? ചില കള്ളന്മാരെ പോലെ എന്നെ ടെൻഷൻ അടിപ്പിക്കാതെ ഇന്നത്തെ പ്രോഗ്രാം എന്താണെന്ന് പറ. ഈ പവർ കട്ട് നമ്മളെ പോലുള്ളവർക്ക് ഭയങ്കര അനുഗ്രഹമാണ്. അതറിഞ്ഞുകൊണ്ട് ആമ്പിള്ളേർ അതിന്റെ ദൈർഘ്യവും കൂട്ടി തന്നിട്ടുണ്ട്. എന്തൊരു കൃത്യനിഷ്ഠത! കൃത്യസമയത്ത് പോകുന്നു, കൃത്യസമയത്ത് വരുന്നു. ആ ഗ്യാപ്പിൽ നമ്മൾ വർക്ക് ചെയ്യുന്നു. പക്ഷെ ഇന്ന് അങ്ങനല്ല. നമ്മുടെ തൊഴിൽ ചെയ്യുന്ന മറ്റുള്ളവരിൽ നിന്നും ഞാനിവിടെ വ്യത്യസ്തനാവുകയാണ്. അതായത് ആശാന്റെ പിലോപ്പസി വേറെയാണെന്ന് അർത്ഥം. ഫിലോപ്പസി അല്ലടാ, ഫിലോചപ്പി. ഇന്നത്തെ ജോലിക്ക് വെളിച്ചം വേണം. വെളിച്ചത്ത് മോട്ടിക്കാനോ? ആശാന്റെ തലക്ക് വട്ടുണ്ടോ? വട്ട നിന്റെ അപ്പന്. നീ അത് കണ്ടോടാ? ജെനിമിനേറ്റർ അല്ലേ? ജനറേറ്റർ. പവർ കട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ പാവം കുന്ത്രാണ്ടത്തിന്റെ ആവശ്യം ആർക്കുമില്ല. സർക്കാർ ആശുപത്രിയിലെ വരാന്തകളിൽ ആരും നോക്കാനില്ലാത്ത രോഗികൾ കിടക്കുന്ന പോലെ ഇത് അവിടെ കിടക്കും.
അവരെ നോക്കാനെങ്കിലും ആരെങ്കിലും വേണ്ടടാ. പിന്നെ വെളിച്ചമേ നയിച്ചാലും ആശാനെ കറണ്ട് വന്ന് നമുക്ക് നീ ആളകത്താക്കി ഇറങ്ങൂലടാ. നീ പോയ ജോർജിന്റെ ബാക്ക് എഞ്ചിൻ ഓട്ടോ വിളിച്ചോണ്ട് വാ. ഓ നല്ല ചൂട് പട്ട. നല്ല ചുട്ട ചിക്കൻ. ഈ ചുട്ട ചിക്കനും പട്ട നല്ല കൂട്ടല്ലേ ആശാനെ? കട്ട മുതൽ വിറ്റ് കിട്ടിയതല്ലേ, തട്ടിക്കോ തട്ടിക്കോ. അതിരിക്കട്ടെ, ടി വി എന്തെല്ലാം കൊടുത്തു? പാതി വിലക്ക് കൊടുത്തു. അത് മോശമായി പോയി. ദാനം കിട്ടിയ പശുവിന്റെ വായിലെ പല്ലെണ്ണരുത്. നീ അങ്ങനെ കൊണ്ട് കടന്ന് ചിന്തിക്കണ്ട. മോശമായി പോയെന്നോ? പറഞ്ഞത് തിരിച്ചെടുത്തു. കേട്ട് കേട്ട്. ആശാൻ ഈ ബുദ്ധി ഇല്ലായിരുന്നെങ്കിൽ നീ നിന്റെ ഫാമിലിയും പട്ടിണി കിടന്ന് ചീഞ്ഞേനെ. സത്യം. ആശാൻ ഈ മോഷണം അവിടുന്ന് പഠിച്ചു? ഒരിടത്തുനിന്നും പഠിച്ചതല്ല, പരമ്പരാഗതമായി കിട്ടി. അത് ശരി. എന്റെ അച്ഛൻ കള്ളനായിരുന്നു, അച്ഛന്റെ അച്ഛൻ പെരുങ്കള്ളനായിരുന്നു. പകല് തെങ്ങിക്കയറ്റം, രാത്രി വീട്ടിൽ കയറ്റം. ഇടക്കിടക്ക് പോലീസ് സ്റ്റേഷനിൽ കയറും. അവര് മരിക്കുന്നത് വരെ പോലീസിനൊന്ന് തൊടാൻ പോലും കഴിഞ്ഞില്ല. അതെന്താ ആശാനെ? നാട്ടുകാർ തല്ലിക്കൊന്ന് കുഴിച്ചു മൂടി. അപ്പൊ ഒരു റോബറിംഗ് ഫാമിലി ആയിരുന്നു. പറ്റിയ ആളുടെ അടുത്ത് തന്നെ ഞാൻ വന്ന് പെട്ടത്. നമ്മളുടെ അവസാനമൊക്കെ ഇങ്ങനെ തന്നെ ആയിരിക്കും. നീ പറഞ്ഞു പേടിപ്പിക്കടാ ഇതിനാശു. പേടിയാണെങ്കിൽ പഠിക്ക് നിൽക്കരുത് ആശാനെ. എന്നെ ഏൽപ്പിക്ക്. മോഷണം കാരണം ഞാൻ കാഞ്ചിറ പുല്ല്. നല്ല ഒറിജിനൽ പട്ട അറിയാതെ വായിന്ന് വീണു പോയതാ. മതി, ഇനി വായിന്ന് വീഴണ്ട. ശരിയാ. കള്ളന് കഴിഞ്ഞു വെച്ച തെണ്ടി. ഫണ്ട് മോഷണം. രാഷ്ട്രീയ നേതാവും മുൻ MP-യുമായ PVC-യുടെ വീട്ടിൽ നിന്നും പാർട്ടി ഫണ്ടിനായി സ്വരൂപിച്ചു വെച്ച 25 ലക്ഷം രൂപ മോഷണം പോയി. ഈനാശു എന്ന കള്ളനെ സംശയാസ്പദമായി പോലീസ് അറസ്റ്റ് ചെയ്തു. ഇന്നലെ എന്താണ് തേങ്ങാ കൊല. നിർത്തണേ സാറേ, ഇത് കണ്ടോ? ഈനാശു നിരപരാധിയാണ്. അതെ, അവൻ നിരപരാധി തന്നെയാണല്ലോ. പോലീസുകാർ ഇപ്പൊ അവനെയാ പിടിച്ചിരിക്കുന്നേ. പേടിക്കണ്ട, ഇന്ന് അവനെ അവർ കോടതിയിൽ ഹാജരാക്കും. പക്ഷെ അവൻ കോടതിയിൽ എത്തില്ല. കോടതി കൊണ്ടുപോകുന്ന വഴി അവൻ രക്ഷപ്പെട്ടിരിക്കും. സത്യമാണോ ഇത്? വാക്കും തോക്കും ആവശ്യത്തിന് മാത്രമേ ഈ ആൻഡ്രൂസ് ഉപയോഗിക്കാറുള്ളൂ. ഹലോ കണ്ടക്ടറെ, ഒന്ന് നിർത്തിക്കേ. ഒരു VIP ഇറങ്ങാനുണ്ട്. ഇങ്ങോട്ട് ഇറങ്ങി വാടാ. വിലം കൊടക്കി ഇങ്ങോട്ട് ഇറങ്ങി വാടാ. അവിടെ നോക്കണ്ട, പെമ്പിള്ളേരൊക്കെ അവിടെ നോട്ടെ. ഇങ്ങോട്ട് വരും. നടക്കടാ. ഇങ്ങോട്ട് ഇറങ്ങാൻ. നടക്കേ. ഒപ്പത്തിനൊപ്പം നടക്കാറായില്ല കേട്ടോ. നീ കുറച്ച് പുറകെ നിന്നാ മതി. തലേന്നും ചൊറിയണ്ട. തലയൊക്കെ നമുക്ക് കോടതി ചെന്നിട്ട് ചൊറിയാം കേട്ടോ. ഇപ്പൊ ചൊറിഞ്ഞാൽ മുടി കൊഴിഞ്ഞു. എടാ, മൈസൈറ്റ് ചോദിക്കുമ്പോഴേ ഉള്ള കുറ്റങ്ങേറ്റ് പറഞ്ഞേക്കാം കേട്ടോ. ഇല്ലെങ്കിൽ പിന്നെ നിന്നെ ലോക്കപ്പിൽ കയറ്റി നിന്റെ ദേഹത്തുള്ള എണ്ണ മുഴുവൻ ഞങ്ങൾ പിഴിഞ്ഞെടുക്കും കേട്ടോ. ഇതൊരാവശ്യമില്ലാത്ത പോക്കാണ്. എന്തുമാത്രം മോശം ഞാൻ നടത്തിയിരിക്കണം. അപ്പോഴൊന്നും കോടതി കയറേണ്ടി വന്നിട്ടില്ല. ഇതിപ്പോ ചെയ്യാത്ത കുറ്റത്തിനാണ് ഒരു വിലങ്ങ്. ചിരിക്കല്ലേ. വിലം കിട്ടി ചിരിച്ചാൽ നടുവിലങ്ങും. കണ്ടു ആരാ? എന്റെ അമ്മായിമ്മടെ നാത്തോൻ. ഒരു കാര്യം അന്വേഷിക്കാതെ. ഒരു കാര്യാന്വേഷണ. കോളേജിലേക്കായിരിക്കും. കണ്ടിട്ട് എന്ത് തോന്നുന്നു? കണ്ടിട്ട് കോളേജിലേക്കാണെന്ന് തോന്നുന്നു. ഞാൻ വലിയൊരു കേസ് തെളിയിക്കാൻ പ്രതിയെയും കൊണ്ട് കോടതിയിലേക്ക് പോവാണ്. പിന്നെ ഞാൻ essay ടെസ്റ്റ് പിന്നെ എഴുതി. ഞാൻ ചോദിച്ചില്ലല്ലോ. എങ്കിലും പറയേണ്ടത് എന്റെ ഒരു കടമയാണല്ലോ. ഈനാശുനെ കൊണ്ടുപോയി. ഓടിവാ. Thank you.
അയ്യോ എന്തെങ്കിലും പറ്റിയോ? സാഹസികമായ ജീവിതമാണല്ലോ ഞങ്ങളുടേത്. അതൊക്കെ പതിവായി സംഭവിക്കാറുള്ളതാണ്. ഇതൊക്കെ ഡിപ്പാർട്ട്മെന്റിൽ പറഞ്ഞുള്ളതാ. കാടും നാടും നിറപ്പിച്ച ഈ ഭീകരനെ കീഴടക്കിയവർ, ഈ ധീരകൃത്യം ചെയ്തവർ ആന്ധ്രക്കാരല്ല, ഒറീസക്കാരല്ല, ഹരിയാനക്കാരല്ല, 2 കറുത്ത മലയാളികളാണ് സുഹൃത്തുക്കളെ. ഈ മലയാളികൾ ആലപ്പുഴക്കാരല്ല, കൊല്ലംകാരല്ല, തൃശൂർക്കാരല്ല, നമ്മുടെ പാലക്കാട്ട് ജില്ലയിലെ 2 മലയാളികളാണ് സുഹൃത്തുക്കളെ. എന്താ നീ ഇതെല്ലാം കാണുന്നുണ്ടല്ലോ. നീ ഇങ്ങനെ ചുമ്മാ വന്നാലെങ്ങനെ? ഞങ്ങളുടെ ബോഡി ഗാർഡാണ് നീ. ശത്രുക്കൾ ഏതെങ്കിലും ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് നേരെ ബോംബ് എറിയുന്നുണ്ടോ വെടിവെക്കുന്നുണ്ടോ എന്നൊക്കെ ശ്രദ്ധിക്കടോ. നിന്റെ നേർക്കുള്ള വെടി ഒരൊറ്റ തോക്കിന്നേ വരാൻ സാധ്യതയുള്ളൂ. ഏത് തോക്കിന്ന? എന്റെ തോക്കിന്ന്. ആദ്യം ആളാവല്ലടാ. ആളാവല്ലേ നീ? ഭാഗ്യനാഥാ, നീ ഇപ്പൊ പറഞ്ഞ കാര്യം ഞാൻ മേലധികാരികളോട് പറഞ്ഞാലുണ്ടല്ലോ, ആ നിമിഷം നീ അകത്താ. നിങ്ങളുടെ മുന്നിൽ വെച്ച് എനിക്ക് ഈ ധീരാത്മാക്കളോട് ഒരു അപേക്ഷയുണ്ട്. 25 ലക്ഷം പാർട്ടി ഫണ്ട് അപഹരിച്ച കശ്മലന്മാരെ ദയവ് ചെയ്ത് എനിക്കൊന്ന് പിടിച്ചതാ. ഇനി സംഘടനകളുടെ, വ്യക്തികളുടെ ആരാർപ്പണമാണ്. ആദ്യമായി ജോക്കീസ് ക്ലബിന് വേണ്ടി KV ദക്ഷിണമൂർത്തി, വിമൻസ് കോളേജിന് വേണ്ടി അഞ്ജു രാഘവ്, തങ്കഭസ്മക്കുറിയിട്ട തമ്പുരാട്ടി, നിന്റെ തിങ്കളാഴ്ച നൊയമ്പിന്നു മുടക്കും ഞാൻ. തിരുവില്ലോമലയിൽ നേദിച്ചു കൊണ്ടുവരും ഇളനീർ കുടമിന്നുടയ്ക്കും ഞാൻ. ഹലോ, അന്നാമേ ഞാൻ തന്നെയാ. നീ ഇന്നലെ എന്താ വിളിക്കാഞ്ഞേ? ഇന്നലെ രാത്രി 1 മണി വരെ ഞാൻ ഉറക്കൊഴിച്ച് കാത്തിരിക്കായിരുന്നു. 1 മണി വരെ ഞാൻ കാത്തിരിക്കായിരുന്നു. എന്ത് ഉറക്കപ്പറ? എന്താ നൈറ്റ് ഡ്യൂട്ടിയോ? എടി, നീ ഇങ്ങനെ പണിയെടുത്തെടുത്ത് ശരീരം കളയല്ലേ. ഗൾഫിലിപ്പോ ചൂടാണോ തണുപ്പാണോ? തണുപ്പോ? അതാരുമില്ല. എടി, ഒരു സാധാ പോലീസുകാരനായ ഞാൻ 2 MM പണിയെടുത്താലും ഇതേപോലെ വീട് പണിയാനൊക്കോ? എന്നാ DYSP വീട് കാണാൻ വന്നിരുന്നു. അയാൾ അന്തം വിട്ടുപോയി. SI ഭാഗ്യനാഥനും സർക്കിൾ KK നമ്പ്യാർക്കൊക്കെ നമ്മളോട് അസൂയ വേണമെങ്കിൽ ആയിക്കോട്ടല്ലേ. അല്ലെങ്കിൽ നിന്നെ പോലെ നേഴ്സിന് അവന്മാര് കല്യാണം കഴിക്കട്ടെ. അയ്യോ, നീ ഇങ്ങനെ ഫോൺ വിളിച്ച് കാശ് കളയല്ലേ. ഉള്ള കാശിച്ചോട്ടെ അയച്ചേര്. എന്ത് ചെലവോ? ചെലവിനല്ലടി, ബാങ്കിലിടാൻ. ബാങ്കിലേ ഇടാൻ. ആര്, ഭാസ്കരനോ? അവനിവിടെ ഉണ്ടല്ലോ. അവനെ വീട്ടിൽ നിന്ന് ഇറക്കി വിടാനോ? വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ പറ്റില്ല. അത് വേണോ അന്നാമ്മേ? എനിക്കൊരു കൂട്ടല്ലേ. അവനൊരു മണ്ടനാ, പാവം. അവന് വേണ്ടി ഒറ്റ ചില്ലിക്കാശ് പോലും ഞാൻ ചെലവാക്കൂല. വാടക വാങ്ങാതെ താമസിപ്പിക്കുന്നു, അത്രേ ഉള്ളൂ. അതെ, അതിന് പകരമായി അവൻ തുണി അലക്കുന്നു, അടുക്കളപ്പണി എടുക്കുന്നു, നിലം തുടയ്ക്കുന്നു. നിലം വരെ തുടയ്ക്കുന്നുണ്ട്. ഇപ്പൊ പുട്ടി തൊട്ടുകൊണ്ടിരിക്കുക. തങ്കഭസ്മവും കുങ്കുമപ്പൂവും ഒക്കെ ഞാൻ മുടങ്ങാതെ കഴിച്ചോണ്ടിരിക്കുക. ഞാനിപ്പോ നല്ലപോലെ വെളുത്തിരിക്കുക. ഇനിയും വെളുക്കും. ചിലപ്പോ വെളുത്ത് ഞാനൊരു സായിപ്പായി പോവോ എന്നൊരു സംശയം. ഓക്കേ. തങ്കഭസ്മല്ല, പ്ലാറ്റിനത്തിന്റെ ഭസ്മം കഴിച്ചാലും ഈ മുഖത്തിന് വലിയ വ്യത്യാസം ഉണ്ടാവും തോന്നില്ല കേട്ടോ. നിന്റെ കാര്യം ഇപ്പൊ അന്നാമ്മ പറഞ്ഞതേ ഉള്ളൂ. നിന്നെ ഇവിടെ ഇറക്കി വിടാൻ. എന്റെ അടുക്ക് ആളാവാൻ നോക്കിയാലുണ്ടല്ലോ, നിന്നെ ഇവിടെ ഇറക്കി വിടും ഞാൻ.
ഇറക്കി വിട്ടാൽ ഞാനങ്ങ് പോവും. അല്ലേ തന്നെ SI ഭാഗ്യനാഥന്റെ കീഴിൽ അപമാനവും സഹിച്ചുകൊണ്ടുള്ള ഈ കോൺസ്റ്റബിൾ പണി എനിക്ക് മടുത്തിരിക്കുക. കിട്ടിയ സന്ദർഭം വെച്ച് അവനെ അടിച്ചമർത്താൻ നോക്കല്ലേ. അയാൾക്ക് എന്താ ഇത്ര വിരോധം നിന്നോട്? അതൊക്കെ പറയാമെന്ന് വെച്ചാൽ ഒത്തിരി ഉണ്ട്. കോളേജിൽ ഞങ്ങൾ ഒരുമിച്ചായിരുന്നല്ലോ. ചെയർമാൻ തെരഞ്ഞെടുപ്പിന് ഞാൻ അവന് 100 വോട്ടിന് മുട്ടുകുത്തിച്ചു. പിന്നെ അവന്റെ അമ്മാവന്റെ മകളെ ഞാനൊന്ന് ലൈനിട്ടു. എന്ത്? ഞാനൊന്ന് ലൈനിട്ടു. ഓ, വല്ല ലക്ഷദ്വീപിലോ അൻഡമാനിലോ പോയാലും വേണ്ടില്ല, ഇവന്റെ കീഴിൽ ഇങ്ങനെ എനിക്ക് മടുത്തു വച്ചായ. അവന്റെ അമ്മാവന്റെ മകള് നിന്നെ പ്രേമിച്ചോ? ഞാൻ പ്രേമിച്ചു. ഓഹോ, അത്രേ ഉള്ളൂ അല്ലേ? അത്രേ ഉള്ളൂ. അവളാരെ പ്രേമിക്കുന്നു? അതിതുവരെ തീരുമാനമായിട്ടില്ല. അവനവളെ നോട്ടമുണ്ടെന്ന് മാത്രം അറിയാം. എങ്കിൽ ഇത് അത്ര പെട്ടെന്ന് അവസാനിക്കുന്ന കേസല്ല ഭാസ്കര. അറിയാം. ഓ, കാലമാടനെത്തി. ഇതേ നമ്മൾ താമസിക്കുന്ന വീടാ, പോലീസ് സ്റ്റേഷൻ അല്ല. ഇവിടെ വെച്ച് അവൻ വല്ലോ എന്നെ ഇൻസൾട്ട് ചെയ്യാൻ നോക്കിയാൽ ഞാൻ അപ്പ അവനടിക്കും. നമ്മൾ താമസിക്കുന്ന വീടാണെന്നുള്ളതൊക്കെ ശരി തന്നെ. പക്ഷെ വീട് എന്റെയാ. തല്ലും പിടിയൊക്കെ റോട്ടിൽ ഇറങ്ങിയിട്ട് മതി, ഇവിടെ വേണ്ട. എന്താ കോൺസ്റ്റബിൾസ്, സാർ, ഡ്യൂട്ടിക്ക് പോകാൻ സമയമായില്ലേ? ഭാസ്കരൻ കോൺസ്റ്റബിൾ സല്യൂട്ട് ചെയ്തില്ല. അതിനിത് പോലീസ് സ്റ്റേഷനൊന്നും അല്ലല്ലോ. എങ്കിലും യൂണിഫോം ധരിച്ച് നിൽക്കുന്ന തന്റെ സുപ്പീരിയർ ഓഫീസർ അല്ലേ ഞാൻ? സുപ്പീരിയർ കൈക്കൂലി കൊടുത്ത് നീ സുപ്പീരിയർ ആയതല്ലേ? ആണോ സാർ? സ്പോർട്സ് കോട്ടയിലാണ് എനിക്ക് SI സെലക്ഷൻ കിട്ടിയെന്നുള്ള കാര്യം ഭാസ്കരൻ കോൺസ്റ്റബിളിന് അറിയില്ലേ? നിനക്ക് എന്ത് സ്പോർട്സ് അറിയാം? തവളച്ചാട്ടോ. ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട്, an ass is but an ass though he carries gold. എന്ന് വെച്ചാൽ സ്വർണം ചുമന്നാലും കഴുത കഴുത തന്നെ എന്ന്. ഒന്നും ചുമക്കാനില്ലാത്ത കോവർ കഴുതകൾക്ക് അങ്ങനെ പലതും പറയാം. ഇതിന് ഞാനിപ്പോ മറുപടി പറയുന്നില്ല. കാരണം തെണ്ടി പട്ടികളോട് സംസാരിക്കേണ്ട ഭാഷ എനിക്ക് വശമില്ല. ഭാസ്കര, അടിക്കണം. എന്തായത്? സാറേ, സാറേ, നമ്മൾ സമാധാന പാലകരാണ്. സമാധാനം തകർക്കുന്നവരാണോ സാർ? പ്ലീസ് ദയവായി പ്രശ്നമൊന്നും ഉണ്ടാക്കല്ലേ. അച്ഛന്റെ വീടായിപ്പോയി. ഓക്കെ, രണ്ടുപേരും പെട്ടെന്ന് റെഡിയാവും. വരുന്ന വഴിക്ക് ഷോപ്പിംഗ് കോംപ്ലക്സ് അതിക്രമിച്ച് കിടക്കുന്ന ഒരു പഴയ പിടികിട്ട പുള്ളിയെ ഞാൻ കണ്ടു. നമുക്ക് ഉടനെ അങ്ങോട്ട് പോകണം. ഒരു ചെറിയ ഇൻവെസ്റ്റിഗേഷൻ. സാർ. കം ഓൺ ക്വിക്ക്. സാർ